Hi guys, ഞാൻ സച്ചിൻ ദ ടെക്കി ഗണ്ണർ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വിപ്രോ സ്മാർട്ട് ബൾബ്. അപ്പോൾ എല്ലാവരും സെറ്റ് അല്ലേ? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ലെറ്റ്സ് റോൾ. ഗൈസ്, ഇതാണ് നമ്മുടെ വിപ്രോ സ്മാർട്ട് ബൾബ്. ലെറ്റ്സ് സീ ഇതിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന്. സോ ദിസ് ഈസ് അവർ ബോക്സ്. അതിൻ്റെ സൈഡിൽ ഇറ്റ് സേസ് RGB lights 16 million color എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഗ്രേറ്റർ ദാൻ 1.5 കോടി. ഓക്കെ, വൈറ്റ് ട്യൂണബിൾ, വാം വൈറ്റ് ടു കൂൾ വൈറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അലക്സ വോയിസ് കൺട്രോൾഡ് ആണ്. സെറ്റ് എ ഷെഡ്യൂൾ ടൈമർ. ഓക്കെ, ഇതിൽ പറയുന്നു 9 വാട്ട്സ് ആണ് ഇതിൻ്റെ കൺസപ്ഷൻ. MRP എന്ന് പറയുന്നത് 2099 റുപ്പീസ് ആണ്. ബോക്സിന്റെ സൈഡിൽ ഇതിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇതിൽ വിപ്രോയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. വിപ്രോ നെക്സ്റ്റ് സ്മാർട്ട് ഹോം ആപ്പാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അലക്സ, അതായത് ആമസോൺ എക്കോ ഡോട്ട് ആയിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് ആമസോൺ അലക്സ എന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം, ചെക്ക് ചെയ്യാം ഇതിനകത്ത് എന്തൊക്കെയുണ്ട്. ആൻഡ് ലേറ്റർ വിൽ സീ how to connect to these apps. Okay, so let's unbox. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ബൾബ് കാണാം. We have a bulb. Throw this away. പിന്നെ നമുക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ബൾബ് കണക്ട് ചെയ്യാൻ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിപ്രോ നെക്സ്റ്റ് സ്മാർട്ട് ഹോം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ്. ഗായ്സ്, എൻ്റെ ഫോണിൽ വിപ്രോ നെക്സ്റ്റ് സ്മാർട്ട് ഹോം ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോഗിൻ. അപ്പോൾ ലോഗിൻ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇന്ത്യ, പ്ലീസ് എൻ്റർ യുവർ അക്കൗണ്ട് ആൻഡ് പാസ്വേഡ്. ഞാനിതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ഐ ഡി വിൽ ബി യുവർ ഇമെയിൽ ഐ ഡി ആൻഡ് പാസ്വേഡ് അപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്യുമ്പോൾ കൊടുത്ത പാസ്വേഡ് ആയിരിക്കും. സൈനപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സൈനപ്പ് ചെയ്യേണ്ടതായിരിക്കും. ഇമെയിൽ ഐ ഡി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമുക്ക് സൈനപ്പ് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇവിടെ നമുക്ക് ആഡ് ന്യൂ ഡിവൈസ് ആണ് കൊടുക്കേണ്ടത്. ആഡ് ന്യൂ ഡിവൈസ് കൊടുക്കുക. ഇതിൽ നമുക്ക് ഓരോ ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ചൂസ് ചെയ്യുന്നത് ലൈറ്റ് സോഴ്സ് വൈഫൈ ആണ്. ഓക്കെ, ഗോ ടു കണക്ട്. അപ്പോൾ ആദ്യം വൈഫൈ ഓൺ ചെയ്യുക. ഗോ ടു കണക്ട്. വൈഫൈ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വൈഫൈ. അപ്പോൾ ഇതിലോട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, വൈഫൈ കണക്ട് ചെയ്ത ശേഷം നമുക്ക് ലൊക്കേഷൻ കണക്ട് ചെയ്യേണ്ടതായിരിക്കും. ലൊക്കേഷൻ കൊടുത്ത ശേഷം നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് നമുക്ക് കൊടുക്കേണ്ടതായിരിക്കും. അപ്പോൾ വൈഫൈയുടെ പാസ്വേഡ് ഞാൻ കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ വൈഫൈയുടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അമർത്തുക. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നു ഇഫ് ദ ലൈറ്റ് ഇസ് ബ്ലിങ്കിങ് ഫാസ്റ്റ് സ്കിപ്പ് ദ റീസെറ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ബൾബ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബൾബ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ബൾബ് ഫാസ്റ്റ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് കൺഫേം കൊടുക്കാം. കൺഫേം ഇൻഡിക്കേറ്റർ റാപ്പിഡ്ലി ബ്ലിങ്ക് എന്ന് കൊടുത്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിവൈസ് സ്കാൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഡിവൈസ് ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് വെച്ച് നമുക്ക് നമ്മുടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ കൂളർ ഓർ വാമർ ലൈറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ കളറിൽ പോയാൽ നമുക്ക് ഇത് വേണ്ട കളർ ചൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ലെറ്റ്സ് സീ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ വിപ്രോ ബൾബ് എൻ്റെ വിപ്രോ സ്മാർട്ട് ആപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ കാണുന്ന പവർ ബട്ടൺ പ്രസ് ചെയ്താൽ ഈ ലൈറ്റ് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ പവർ ബട്ടൺ പ്രസ് ചെയ്താൽ വീണ്ടും ലൈറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വിപ്രോ ബൾബിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് വൈറ്റ്. വൈറ്റിൽ നമുക്ക് കൂളർ ആൻഡ് വാമർ ട്യൂൺസ് ഉണ്ട്. ഇപ്പോൾ ഉള്ളത് കൂളർ ട്യൂണാണ്. നമുക്കിത് വാമറാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഇപ്പോൾ വാമറാണ്. ലെറ്റ്സ് മേക്ക് ഇറ്റ് കൂളർ അഗെയിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കൂളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ വെച്ച് നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കുറക്കാൻ പറ്റുന്നതായിരിക്കും.
ഇപ്പോൾ ബ്രൈറ്റ്നസ് കുറഞ്ഞിരിക്കുന്നു. വീണ്ടും നമ്മൾ ബ്രൈറ്റ്നസ് കൂട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ കളറാണ്. കളേഴ്സിൽ നമുക്ക് 16 മില്യൺ കളേഴ്സാണ് വിപ്രോ സ്മാർട്ട് ബൾബിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയധികം കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട കളേഴ്സ് സെലക്ട് ചെയ്യാം. ദിസ് ഈസ് റെഡ്, ദിസ് ഈസ് പിങ്ക്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ. കളേഴ്സ് എൻ്റെ ക്യാമറയിൽ കാണുന്നത് പോലെയല്ല, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ്. ഇതിലിപ്പോൾ യെല്ലോ കളർ കാണാൻ ഓൾമോസ്റ്റ് വാമർ വൈറ്റ് പോലെയാണ്, പക്ഷേ അല്ല, ദിസ് ഇസ് യെല്ലോ കളർ. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ആണ് സീൻ. സീനിൽ കുറേ ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നൈറ്റ്, റീഡ്, വർക്കിംഗ്, ലീജർ, സോഫ്റ്റ്, കളർഫുൾ, ഡാസ്ലിംഗ് ആൻഡ് ഗോർജസ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ അലക്സ ആയിട്ട് കൺട്രോൾ ചെയ്യാം നമുക്ക് ചെക്ക് ചെയ്യാം. അലക്സ എങ്ങനെ ഈ വിപ്രോ ബൾബിനെ കൺട്രോൾ ചെയ്യുന്നു, എന്ത് വോയിസ് കമാൻഡ്സ് ആണ് നമ്മൾക്ക് കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അലക്സ, ടേൺ ഓൺ ദ ലൈറ്റ്. Okay. അലക്സ, ടേൺ ഓഫ് ദ ലൈറ്റ്. Okay. ഗൈസ്, നമുക്കിപ്പോൾ ഈ ബൾബിന്റെ വൈബ് അങ്ങ് കാണാം. അപ്പോൾ ഗൈസ്, that's it. Until we see then, it's goodbye. Take care. It's Sachin signing out.